എല്ലാവർക്കും എജുലൈറ്റ് PC യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സലിന്റെ പ്രധാനപ്പെട്ട കുറേ എക്സാമിന് വരുന്ന കുറേ പോയിന്റ്സ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. ഇനി ബാക്കി കുറച്ച് ടാബുകളും ഫങ്ഷൻസുകളും ഒക്കെയാണ് ഉള്ളത്. അത് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അലൈൻമെന്റ് ടാബ് ആണ്. ആരാണ്? അലൈൻമെന്റ് ടാബ്. അലൈൻമെന്റ് ടാബ് അലൈൻമെന്റ് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെല്ലിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഇല്ലേ, നമ്മൾ സെല്ലിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൈൻമെന്റ് ടാബ് യൂസ് ചെയ്യുക. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എൻ്റർ ചെയ്യുന്ന സെല്ലുകളിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അലൈൻമെന്റ് ടാബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ അലൈൻമെന്റ് ടാബ് ആണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് ടെക്സ്റ്റ് അലൈൻമെന്റ്, ഓപ്ഷൻസ് ആണ് ടെക്സ്റ്റ് അലൈൻമെന്റ്, ഒന്ന് ടെക്സ്റ്റ് അലൈൻമെന്റ്, ദെൻ അടുത്തത് ഓറിയന്റേഷൻ, ടെക്സ്റ്റ് അലൈൻമെന്റ്, ഓറിയന്റേഷൻ, ദെൻ അടുത്തത് ആരാണ്? ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ആരാണ്? ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് എന്താണ്? ടെക്സ്റ്റ് ഡയറക്ഷൻ. ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ടെക്സ്റ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പം ആരൊക്കെയാണ് അലൈൻമെന്റ് ടാബില് പോയിന്റ്സുകൾ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് ടെക്സ്റ്റ് അലൈൻമെന്റ് ഉണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, ടെക്സ്റ്റ് കൺട്രോൾ ആൻഡ് ടെക്സ്റ്റ് ഡയറക്ഷൻ ഉണ്ട്. ഇനി ഈ ടെക്സ്റ്റ് കൺട്രോളിലുള്ള ആൾക്കാരാണ് ആരൊക്കെ? 3 ഓപ്ഷൻസ് ഉണ്ട് ഈ ടെക്സ്റ്റ് കൺട്രോളിന് മാത്രം. ഈ ടെക്സ്റ്റ് കൺട്രോളിൽ ഉള്ള 3 ഓപ്ഷൻസ് ആണ്. ഒന്ന് wrap ടെക്സ്റ്റ്, ഒന്നാരാണ്? wrap ടെക്സ്റ്റ്, അടുത്തത് shrink to fit, ദെൻ അടുത്തത് മെർജ് സെൽസ്. ആരാണ്? മെർജ് സെൽ. അപ്പം wrap ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റോയ്ക്ക് വിത്ത് കൂട്ടുന്നതിനാണ് wrap ടെസ്റ്റ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. മെർജ് സെല്ല് എന്ന് പറഞ്ഞാൽ 2 or 3 സെല്ലുകൾ മെർജ് ചെയ്തിട്ട് ഒറ്റൊന്നാക്കുന്നതിനെയാണ് എന്ത്? മെർജ് സെൽസ് എന്ന് പറയാം. അപ്പം ഇത്രയാണ് അലൈൻമെന്റ് ടാബിലുള്ള നമ്മള് പ്രധാനപ്പെട്ട ഓപ്ഷൻസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ഫോണ്ട് ടാബാണ്. ഫോണ്ട് ടാബാണ്. ഫോണ്ട് ടാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയുടെ ഫോണ്ട് കളറ്, അതേപോലെ സൈസ്, അങ്ങനത്തെ ഫോണ്ട് കളറ്, സൈസ്, അതേപോലെ ഇഫക്റ്റ്, ഇവയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവയൊക്കെ ചേഞ്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഫോണ്ട് ടാബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം അണ്ടർലൈൻ്റെ ഒപ്പം ഈ ഫോണ്ടിൽ വരുന്നതാണ് അണ്ടർലൈൻ അല്ലേ? അപ്പോൾ അണ്ടർലൈൻ സിംഗിൾ ഉണ്ട്, ഏത് സിംഗിൾ അണ്ടർലൈൻ കൊടുക്കാം, അതേപോലെ ഡബിളിൽ കൊടുക്കാം, ഡബിൾ അണ്ടർലൈൻ ഉണ്ട്, അതേപോലെ തന്നെ വേറെ ഏതാണുള്ളത്? സിംഗിൾ അക്കൗണ്ടിങ് ഉണ്ട്, ഡബിൾ അക്കൗണ്ടിങ് ഒക്കെ ഉണ്ട്. അപ്പം സിംഗിള്, ഡബിള്, അതേപോലെ സിംഗിൾ എന്തുണ്ട്? അക്കൗണ്ടിങ്, അതേപോലെ ഏതാണ്? ഡബിൾ അക്കൗണ്ടിങ്. അപ്പം ഇവയൊക്കെയാണ് ഇത് അണ്ടർലൈനിലെ ഓപ്ഷൻസ്. അപ്പൊ ഫോണ്ടിൽ വരുന്നതല്ലേ നമ്മൾ അണ്ടർലൈൻ ഒക്കെ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഇഫക്റ്റുകൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? സ്ട്രൈക്ക് ത്രൂ അറിയാലോ. പിന്നെ അതേപോലെ സൂപ്പർ സ്ക്രിപ്റ്റ്, അതേപോലെ സബ്സ്ക്രിപ്റ്റ് ഒക്കെ ഏതാണ്? ഇഫക്റ്റിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ വേർഡിൽ ഇവയൊക്കെ കുറിച്ച് പറഞ്ഞതാണ്, അതാണ് ഞാൻ എടുത്ത് പറയാത്തത്. ഓക്കെ, ഇവയൊക്കെയാണ് എന്ത് ഫോണ്ട് ടാബുകൾ. സെല്ലുകൾക്ക് സൈസ് മാറ്റാനും കളർ മാറ്റാനും അണ്ടർലൈൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവയൊക്കെ. ഓക്കെ, അറിയുന്നതല്ലേ, നമ്മൾ വേർഡിൽ പറഞ്ഞതുമല്ലേ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്രൊട്ടക്ഷൻ ടാബാണ്. പ്രൊട്ടക്ഷൻ ടാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ചില സെല്ലുകൾ നമ്മൾ എടുക്കുക, അപ്പൊ അത് നമുക്ക് ഹൈഡ് ചെയ്യണം, അല്ലെ അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം.
അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്, അല്ല അതിന് വേണ്ടിയിട്ടുള്ള ടാബാണ് ആര്? പ്രൊട്ടക്ഷൻ ടാബ്. ആരാണ്? പ്രൊട്ടക്ഷൻ ടാബ്. അതായത് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തു, ഒരു സെല്ലുകൾ സെലക്ട് ചെയ്തു, ആ സെല്ലുകളെ നമുക്ക് അന്നേരം കാണിക്കാൻ പാടില്ല. അപ്പൊ അതിനെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ടാബാണ് ആര്? പ്രൊട്ടക്ഷൻ ടാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊട്ടക്ഷൻ ടാബിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് ലോക്ക്ഡ്, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ലോക്ക്ഡ് ആണ്, ഒന്ന് ഏതാണ്? ഹിഡൻ ആണ്. ഒന്ന് ലോക്ക്ഡ്, ഒന്ന് ഹിഡൻ. ഇനി അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് ടൈമും ഒക്കെ എൻ്റർ ചെയ്യാൻ പറ്റും. എക്സലില് നമുക്ക് നമ്മൾ വേർഡിൽ ചെയ്യുമ്പോൾ തന്നെ ഡേറ്റും ടൈമും നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ആയിട്ട് ഉള്ള ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ഏതാണ്? ഡേറ്റ്, മന്ത്, ഇയർ. ഇതാണ് ഡീഫോൾട്ട് ആയ ഡേറ്റ് ആൻഡ് ടൈമിന്റെ ഫോർമാറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും ടാബുകളാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഉപയോഗിക്കണം. ഒന്ന് ബാക്കിയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയേ ഉള്ളൂ. ദെൻ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് ഫോർമുലയിലേക്കാണ്. എന്താണ് ഫോർമുല? ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവില്ല, അല്ലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഈ പ്രവർത്തനങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫോർമുല എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങള് നമുക്ക് എളുപ്പത്തിൽ ഈസി ആയി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളുണ്ട്. അവയാണ് നമ്മൾ എന്ത് പറയാ? ഫോർമുല എന്ന് പറയാ. എല്ലാ ഫോർമുലകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിഹ്നം എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു ആണ്. അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അതായത് എവറി ഫോർമുല സ്റ്റാർട്ട്സ് വിത്ത് എന്ന് ഡാഷ് കൊടുക്കും. ഓപ്ഷനിൽ പ്ലസ് ഉണ്ടാവും, ഈക്വൽ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഏതാണ് വരിക? ഈക്വൽ സൈൻ ആണ് വരിക. ഓക്കെ, ദെൻ അഡിഷൻ ആണെങ്കിൽ നമ്മൾ ഏതാ കൊടുക്കുക? പ്ലസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ സ്റ്റാർ പോലെയാണ്. ഡിവിഷൻ ആണെങ്കിൽ ഇതാണ്. എക്സ്പോണൻസ് ആണെങ്കിൽ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പോലെ ഈ ഒരു ചിഹ്നമാണ് കൊടുക്കുക. അപ്പൊ ഈ ചിഹ്നങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് ഫോർമുലയിൽ പറയാനുള്ളത്. കാര്യമായിട്ട് ഈക്വലിൻ്റെതാണ് നോക്കാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഫങ്ഷൻ ആണ്. എന്താണ്? ഫങ്ഷൻ. ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഫോർമുലയ്ക്ക് പറഞ്ഞ ഡെഫിനിഷൻ ഇല്ലേ, അത് ശരിക്കും എന്താണ്? ഫങ്ഷൻ ആണ് കൂടുതലായിട്ട് എഫക്റ്റീവായി വരിക. ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർമുല എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ അങ്ങനെ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അല്ലെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളെയാണ് എന്ത് പറയുക? ഫങ്ഷൻ എന്ന് പറയുക. നേരത്തെ എന്നോട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിരുന്നു. അപ്പം ഫങ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ചെറിയ പ്രോഗ്രാമുകളെയാണ് ഫങ്ഷൻ എന്ന് പറയുക. അവിടേക്കുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവല്ലോ, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന, അതായത് നമുക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആണ് ആര്? ഈ ഫോർമുല. അപ്പൊ ക്ലിയർ ആണല്ലോ ഫംഗ്ഷനും ഫോർമുലയും. ഇനി അപ്പം ഒരു ഫംഗ്ഷൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ രണ്ട് സെല്ലുകൾ തമ്മിൽ സമ്മ് ചെയ്യാം. അപ്പൊ എന്ത് വരും? സം A1 A15. ഇതൊരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതെന്താ? A1 എന്ന് പറഞ്ഞ സെല്ല് മുതൽ A15 വരെയുള്ള സെല്ലുകളുടെ സമ്മാണ് എനിക്ക് കാണേണ്ടത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ. അതേപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ചെയ്യാം. അപ്പൊ ഫംഗ്ഷനും നമ്മൾ പറഞ്ഞു. ഇനി ഫംഗ്ഷനിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് ഏത്? ഇപ്പം നമ്മളിപ്പം ഒരു എന്താ പറയാ, ഒരു പവർ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ നമുക്ക് അതിന്റെ സ്ക്വയർ കാണണം അല്ലെങ്കിൽ അതിന്റെ പവർ കാണണം.
ആ പവർ കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഏതാ? നമ്മൾ അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിരുന്നു. എന്താണ്? ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു വരും കേട്ടോ. ഈക്വൽ ടു പവർ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത്ര തൊട്ട് ഏത് വരെയുള്ളതിന്റെ പവർ ആണ് നോക്കേണ്ടത് വെച്ചാൽ അങ്ങനെ. അപ്പൊ അതുപോലെ അഡീഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ വരും. ഞാൻ അവിടെ സെല്ലിന് പേര് കൊടുത്തോണ്ടാണ് ഇവിടെ ഞാൻ സെല്ല് എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫങ്ഷൻസ് വരിക. അപ്പം അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇഫ് ഫംഗ്ഷൻ. ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഒരു കണ്ടീഷൻ, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടീഷൻ കൊടുത്ത് ചെയ്യുന്നത് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇഫ് ഫംഗ്ഷൻ എന്ന് പറയാ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇങ്ങനെ ഇഫ് കണ്ടീഷൻ, ഞാൻ ഇങ്ങനെയാ കൊടുക്കുന്നത്. ഇഫ് കണ്ടീഷൻ എന്താണ്? എന്റെ കണ്ടീഷൻ എന്താ? ട്രൂ ഫോൾസ്. ആ കണ്ടീഷൻ എന്താ? ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആവാം ഫോൾസ് ആവാം, അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് കൊണ്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇഫ് ഫംഗ്ഷൻ എന്ന് പറയാ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ആൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് വരും? ഇഫ് പോലെ തന്നെയാണ് ആൻഡും. ഇവിടെ ആൻഡ് എന്ന് വരുള്ളൂ, ബാക്കി കണ്ടീഷൻ ഇതേപോലെ തന്നെ വരും കേട്ടോ. അപ്പം ഇഫ് കണ്ടീഷൻ എന്ത് വരും? ആൻഡ്. ആൻഡ് ആണെങ്കിൽ എന്ത് വരും? ഇഫ് കണ്ടീഷൻ. ഇപ്പൊ രണ്ടെണ്ണത്തിന്റെയാണ് കണ്ടീഷൻ 1, അതേപോലെ 2. 1ന്റെയും 2ന്റെയും കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇഫ് കണ്ടീഷൻ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു ആൻഡ് കണ്ടീഷൻ 1 കണ്ടീഷൻ 2. ഇവിടെ കണ്ടീഷൻ ഉണ്ടാവും, ഞാൻ 2 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ആൻഡ് വെച്ചിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇഫിന്റെ സ്ഥാനത്ത് എന്ത് വരും? ആൻഡ് എന്ന് വരും. അപ്പം അതേപോലെ ഇപ്പൊ ഓർ ആണെങ്കിലോ? ഓർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ ഓർ വരും അല്ലേ? അപ്പം ഇവയൊക്കെയാണ് എന്ത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന കുറച്ച് ഫങ്ഷൻസ് നമ്മൾ പേര് പറയാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അതായത് നമ്മൾ കുറെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ എന്നും പറയും. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ആണ് ഏത്? ഒന്ന് ആവറേജ്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ആണ്. അതേപോലെ മാക്സിമം കാണാൻ എന്ത് വരും? മാക്സ് എന്നാണ് കൊടുക്കുക. മിനിമം ബ്രാക്കറ്റ് ആണ്. ഇതൊക്കെ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഇതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനിൽ പെടുന്ന ഒരാളാണ് ആര്? കൗണ്ട്. ഓക്കെ, കൗണ്ടും എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ആണ്. ഇനി ഇതൊക്കെ എന്ത് ഫങ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ലോജിക്കൽ ഫങ്ഷൻ ആരൊക്കെ ആയിരിക്കും? ലോജിക്കൽ അതേതായിരിക്കും? ഇഫ് ഒരു ലോജിക്കൽ ഫങ്ഷൻ ആയിരിക്കും അല്ലേ? ഇഫ് ഒരു ലോജിക്കൽ ഫങ്ഷൻ ആണ്. അതേപോലെ ആൻഡ്, ഇതൊക്കെ നമ്മൾ ലോജിക്ക് വെച്ച് പറയുന്നതല്ലേ, അതുകൊണ്ടാണ് അവയൊക്കെ ലോജിക്കൽ ഫങ്ഷൻ ആവുന്നത്. ഇഫ് ഒരു ലോജിക്കൽ ഫങ്ഷൻ ആണ്, ആൻഡ് ഒരു ലോജിക്കൽ ഫങ്ഷൻ ആണ്, ഓർ ഒരു ലോജിക്കൽ ഫങ്ഷൻ ആണ്, അതേപോലെ നോട്ട് ഒരു ലോജിക്കൽ ഫങ്ഷൻ ആണ്. അപ്പം ഇവയ്ക്ക് ഏത് തരം ഫങ്ഷൻ ആണെന്നൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനിയിപ്പം ഡേറ്റിന്റെ ഫങ്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും? ഡേറ്റും ടൈമും വരുന്ന ഫങ്ഷൻസ്, അതിന് 2-3 എക്സാമ്പിൾസ് പറയാം. ഡേറ്റും ടൈമും പറയുന്നതില് അപ്പം ഡേറ്റ് ഇതാണ്, ഇതൊരു ഡേറ്റിന്റെ ഒരു ഫങ്ഷൻ ആണ്. ഇപ്പൊ ഇങ്ങനെ വരിക വിചാരിച്ചോ, ഡേയ്സ് 360. ഇതെന്താണ്? ഒരു ഡേറ്റ് ആൻഡ് ടൈമിന്റെ ഒരു ഫങ്ഷൻ ആണ്. അതേപോലെ തന്നെ ഡേ, നൗ, ഇതൊക്കെ എന്താ? ഒരു ഡേറ്റ് ആൻഡ് ടൈമിന്റെ ഫങ്ഷൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് ഫങ്ഷനിൽ ഏതൊക്കെയാന്ന് പറഞ്ഞു. നമ്മൾ ചാർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പഠിക്കുന്ന ചാർട്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ബാർ ചാർട്ട് അല്ലെ, ചാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അതേപോലെ ഏതൊക്കെ ടൈപ്പ്? പലതരത്തിലുള്ള ഗ്രാഫുകൾ നമ്മൾ എക്സലിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? ബാർ ഡയഗ്രാം, അതേപോലെ ലൈൻ ഡയഗ്രാം, പിന്നെ ഡോണറ്റ് ടേബിൾ അല്ലെങ്കിൽ പൈ ഡയഗ്രാം, അങ്ങനെ ഇവയൊക്കെ എന്താണ്? ഈ പലതരത്തിലുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യാറുണ്ട്? ഈ സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ
അപ്പൊ നമ്മൾ ചാർട്ട് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഡാറ്റകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഗ്രാഫിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് ആരെ കാണുന്നത്? ചാർട്ടിനെ കാണുന്നത്. ചാർട്ട് ഈസ് എ ടൂൾ. എന്തിനാണ്? നമുക്ക് ഗ്രാഫിക്കലായിട്ട് ഡാറ്റകൾ റെപ്രസെന്റ് ചെയ്യാനുള്ള എക്സലിലുള്ള ഒരു ടൂൾ ആണ് ആര്? ചാർട്ട്. ക്ലിയർ ആണല്ലോ? ഈ ചാർട്ട് നമുക്ക് എവിടെയാണ് ഉണ്ടാവുക? ഇൻസേർട്ട് ടാബിലാണ്. ചാർട്ട് ഓപ്ഷൻ എവിടെയാണുള്ളത്? ഇൻസേർട്ട് ടാബിലാണ് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. ഗ്രാഫിക്കലായിട്ട് ഡാറ്റകൾ റെപ്രസെന്റ് ചെയ്യാനുള്ള ആളാണ് ആര്? ചാർട്ട്. നമ്മൾ വേർഡിൽ പറഞ്ഞതാണ്. ഇനി അടുത്തത് നമ്മള് ചാർട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡയഗ്രാം പറഞ്ഞതുപോലെ, ചാർട്ട് ആകുമ്പോൾ എന്താ? ലൈൻ ചാർട്ട് ഉണ്ടാവും, അതേപോലെ ബാർ ചാർട്ട് ഉണ്ടാവും, പൈ ചാർട്ട് ഉണ്ടാവും, ഡോണറ്റ് ചാർട്ട് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്പോ. അതേപോലെ സ്കാറ്റർ ചാർട്ട് ഉണ്ടാവും, ഏരിയ ചാർട്ട് ഉണ്ടാവും. അതൊക്കെ എന്താണ്? ചാർട്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, സ്കാറ്റർ ചാർട്ട് ഒക്കെ എന്താണ്? ചാർട്ടുകൾക്ക് എന്താണ്? എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരാളാണ് ആര്? പിവോട്ട് ടേബിൾ. ആരാണ്? പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾ എന്നോ പൈവോട്ട് ടേബിൾ എന്നോ ഒക്കെ പറയാറുണ്ട്. പൈവോട്ട് ടേബിൾ. എന്താണ് പൈവോട്ട് ടേബിൾ? അതായത് സ്പ്രെഡ്ഷീറ്റിലുള്ള കോളംസിലും റോയിലും കൊടുത്തിട്ടുള്ള ഡാറ്റകളില്ലേ, ഈ സ്പ്രെഡ്ഷീറ്റിൽ കൊടുത്തിട്ടുള്ള റോകളിലെയും അതേപോലെ കോളംസിലെയും ഡാറ്റകളെ റെക്കഗ്നൈസ് ചെയ്യാനും സമ്മറൈസും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഇത് പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാല്. അപ്പൊ പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു ടൂളായി കാണാം. ഈ ടൂൾ എന്താണ് ചെയ്യുന്നത്? നമ്മളെ കോളംസിലും റോയിലും എൻ്റർ ചെയ്ത ഡാറ്റകളെ നമുക്ക് സമ്മറൈസ് ചെയ്യാനും അതേപോലെ റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെ അതിനുവേണ്ടി അലോ ചെയ്യുന്ന ഒരു ടൂളാണ് ആര്? പിവോട്ട് ടേബിൾ. ഓക്കെ. അപ്പം ഈ പിവോട്ട് ടേബിള് എന്തിനാന്ന് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി പിവോട്ട് ടേബിൾ എവിടെയാണെന്ന് ചോദിച്ചാലോ, ഏത് ടാബിലാണ് പിവോട്ട് ടേബിൾ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇൻസേർട്ട് ടാബിലാണ് പിവോട്ട് ടേബിൾ ഉള്ളത്. ഓക്കെ. ഇനി പിവോട്ട് ടേബിൾ നമ്മൾ എവിടെയാണ്? ഇൻസേർട്ട് ടാബിലാണെന്ന് പറഞ്ഞു. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ടേബിൾസിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ടാബ് ഏതാണ്? ഇൻസേർട്ട് ടാബാണ്. അപ്പം ക്ലിയർ ആണല്ലോ പിവോട്ട് ടേബിള്. പിവോട്ട് ടേബിൾ നമുക്ക് വാല്യൂസോ അല്ലെങ്കിൽ റോയിലുള്ള കോളംസോ വാല്യൂസിലോ ഒക്കെ ഉള്ളത് നമുക്ക് സമ്മറൈസ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? അലോ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് പിവോട്ട് ടേബിൾ അല്ലെ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. പിന്നുള്ള ഒരാളാണ് ആര്? സോർട്ട്. ഈ ഒരു പേര് നിങ്ങൾക്ക് അറിയാം. സോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സോർട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ, അല്ലെ ഡാറ്റകളെ അറേഞ്ച് ചെയ്യാൻ, ഒന്നെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡാറ്റകളെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആര്? സോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സോർട്ട് എവിടെയാണുള്ളത്? സോർട്ട് ഉള്ളത് എവിടെയാണ്? ഓർക്കുക, സോർട്ട് ഹോമിലാണ്, ഹോം ടാബിലാണ് സോർട്ട് ഉള്ളത്. ഹോം ടാബില് എഡിറ്റിംഗ് ഗ്രൂപ്പിലാണ് ആരുള്ളത്? സോർട്ട് ഉള്ളത്. നമ്മള് വേർഡിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോമില് എഡിറ്റിംഗ് ഗ്രൂപ്പിലാണ് ആരുള്ളത്? സോർട്ട് ഉള്ളത്. ഡാറ്റയെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ ഉണ്ടാവുക. അതിൽ നമ്മൾ സോർട്ട് എടുക്കും. ഫിൽറ്റർ എന്ന് പറഞ്ഞാലും എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം മാത്രം, അതായത് ഒരു പ്രത്യേക ഏതെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്ത ഭാഗത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ മാത്രം നമ്മൾ എടുത്ത് ചെയ്യുന്നതിനാണ് ഫിൽറ്റർ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്തിന് മാത്രം, ആ ഭാഗത്തെ ഡാറ്റകൾ മാത്രം എടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫിൽറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും എവിടെയാണ്? ഈ ഹോമിൽ എഡിറ്റിംഗിലാണ്. നമ്മൾ ഹോം പോയി എഡിറ്റിംഗിൽ പോയാൽ സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്നാണ് വരിക. അല്ലെങ്കിൽ സോർട്ട് വേണമെങ്കിൽ സോർട്ട് എടുക്കുക, ഫിൽറ്റർ വേണമെങ്കിൽ ഫിൽറ്റർ എടുക്കുക. ഓക്കെ.
ഇനി ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ട് കീ ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഒന്നും കൂടെ പറയാം. സോറി, ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ട് കീ ആണ് ഇത്. Ctrl+Shift+L. എന്താണ്? Ctrl+Shift+L. Ctrl+Shift+L ആണ് ആര്? ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ട് കീ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് എന്തിൽ പഠിക്കാനുള്ളത്? നമ്മളെ ഏത് എക്സലില് നമുക്ക് നോക്കാനുള്ളത്. എക്സലില് നമ്മൾ ഇപ്പം പ്രധാനപ്പെട്ട, അതായത് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാന പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് എക്സലിന്റെ ക്ലാസ് പറഞ്ഞത്. അപ്പൊ അത് 2 ക്ലാസ്സുകളിലൂടെ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തതിലാണ് ഏറ്റവും കൂടുതൽ എക്സലിന് ക്വസ്റ്റ്യൻസ് വന്ന ഭാഗം. അപ്പൊ രണ്ടാമത്തെ ഭാഗത്തുനിന്നും നമ്മൾ പ്രധാനപ്പെട്ട എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയിട്ടാണ് രണ്ടാമത്തെ ഭാഗത്തിലെയും ഭാഗങ്ങൾ എടുത്തത്. അതുകൊണ്ടാണ് എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദീകരിച്ചിട്ടില്ല. എക്സാമിന് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഉള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ക്ലാസ്സോട് കൂടി നമ്മൾ എന്താണ് എക്സല് മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പൊ എക്സലിലുള്ള മാക്സിമം എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഉള്ളത് പവർ പോയിന്റ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.